ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പുതിയതായി കൊണ്ടുവന്നിട്ടുള്ള ഫിഷിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ്. ഇപ്രാവശ്യം നമ്മൾ വാങ്ങിയിട്ടുള്ള ഫിഷ് എന്ന് പറയുന്നത് കുറച്ച് ഗോൾഡ് ഫിഷുകളെയാണ്. അപ്പോൾ ഇവരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. മനുഷ്യൻ വളർത്താൻ തുടങ്ങിയവയിൽ ഏറ്റവും ആദ്യത്തെ വളർത്തു മത്സ്യമാണ് സ്വർണ്ണ മത്സ്യങ്ങൾ അഥവാ ഗോൾഡ് ഫിഷുകൾ എന്ന് പറയുന്നത്. ശുദ്ധജല മത്സ്യം ആയ ഇവ കാർപ്പ് കുടുംബത്തിൽപ്പെട്ടവയാണ്. ഏഷ്യൻ വംശജരായ ഇവയെ ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലാണ് ആദ്യമായി വളർത്താൻ തുടങ്ങിയത്. അതിൽ പിന്നെ കുറേയേറെ സങ്കര ഇനം സ്വർണ്ണ മത്സ്യങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. സൈപ്രിനിഫോംസ് എന്ന ക്രമത്തിലെ സൈപ്രിനിഡേ കുടുംബത്തിലെ ഒരു ശുദ്ധജല മത്സ്യമാണ് ഗോൾഡ് ഫിഷുകൾ എന്ന് പറയുന്നത്. സാധാരണയായി ഇൻഡോർ അക്വേറിയങ്ങളിൽ ഇവയെ വളർത്താറുണ്ട്. ഏറ്റവും പ്രചാരമുള്ള അക്വേറിയ മത്സ്യങ്ങളിൽ ഒന്നാണ് ഇവ. സ്വർണ്ണ മത്സ്യം ജനപ്രിയ മത്സ്യമാണ്. ഇത് കാട്ടിലും നദികളിലും തടാകങ്ങളിലും വസിക്കുന്നു. സ്വർണ്ണ മത്സ്യങ്ങൾ സ്വാഭാവികമായും പച്ച കലർന്ന തവിട്ട് നിറമോ ചാരനിറമോ ആണ്. എന്നാൽ ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ആളുകൾ കൂടുതൽ വർണ്ണാഭമായ ഇനങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി സ്വർണ്ണ മത്സ്യങ്ങളെ വളർത്താൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ ലോകമെമ്പാടും 125-ലധികം ഇനം സ്വർണ്ണ മത്സ്യങ്ങളെ കാണപ്പെടുന്നു. അവ സ്വർണ്ണ നിറത്തിലുള്ളത്, ചുവപ്പ്, ഓറഞ്ച്, വെള്ള, കറുപ്പ് അല്ലെങ്കിൽ നിറങ്ങളുടെ സംയോജനമാകാം. അതേപോലെ തന്നെ ചില സ്വർണ്ണ മത്സ്യ ഇനങ്ങൾക്ക് അസാധാരണമായ സവിശേഷതകളുണ്ട്. ഗോൾഡ് ഫിഷുകൾ അവയുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ വലുപ്പത്തിൽ വളരുന്നു. ഉദാഹരണത്തിന് അക്വേറിയം ഗോൾഡ് ഫിഷിന് 2 മുതൽ 4 ഇഞ്ച് വരെ, അതായത് 5 മുതൽ 10 സെന്റിമീറ്റർ വരെ നീളമേ ഉണ്ടാകൂ. എന്നാൽ വലിയ ഇടങ്ങളിൽ താമസിക്കുന്ന ഗോൾഡ് ഫിഷുകൾക്ക് 2 അടി നീളത്തിലെത്താൻ കഴിയും. വസന്തകാലത്തോ വേനൽക്കാലത്തോ ആണ് സ്വർണ്ണ മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്നത്. ഓരോ പ്രജനന കാലത്തും ഒരു പെൺ സ്വർണ്ണ മത്സ്യത്തിന് ആയിരക്കണക്കിന് മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. സാധാരണയായി ഒരാഴ്ചയ്ക്ക് താഴെ സമയത്തിനുള്ളിൽ മുട്ടകൾ വിരിയുന്നു. അതേപോലെ തന്നെ ഗോൾഡ് ഫിഷുകളുടെ മുട്ടകൾ വിരിയുന്നതിന് മുൻപ് ഏകദേശം ഒരാഴ്ച ജലസസ്യങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കും. സ്വർണ്ണ മത്സ്യങ്ങളുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 7 മുതൽ 10 വർഷം വരെയാണ്. ചിലത് 25 വർഷം വരെ ജീവിക്കുന്നു. മത്സ്യങ്ങൾക്ക് ഭക്ഷണം വിഘടിപ്പിക്കുവാനും ഊർജം പുറത്തുവിടാനും ഓക്സിജൻ ആവശ്യമാണ്. അതിനാൽ ടാങ്കിനുള്ളിൽ എയറേറ്റർ വയ്ക്കുന്നത് ഫിഷുകളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഗോൾഡ് ഫിഷുകൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. അവ കോമൺ ഗോൾഡ് ഫിഷ്, കോമറ്റ് ഗോൾഡ് ഫിഷ്, ഷുബുക്കൻ ഗോൾഡ് ഫിഷ്, റിയൂക്കൻ ഗോൾഡ് ഫിഷ്, ഒറാണ്ട ഗോൾഡ് ഫിഷ്, റാഞ്ചു ഗോൾഡ് ഫിഷ്, ഫാൻടെയിൽ ഗോൾഡ് ഫിഷ്, വെയിൽ ടെയിൽ ഗോൾഡ് ഫിഷ്, ലയൺ ഹെഡ് ഗോൾഡ് ഫിഷ്, സെലസ്റ്റിയൽ ഐ ഗോൾഡ് ഫിഷ്, നിംഫ് ഗോൾഡ് ഫിഷ്, റെഡ് കളറിലുള്ള അല്ലെങ്കിൽ ബ്ലാക്ക്മോർ ഗോൾഡ് ഫിഷുകൾ എന്നിവയൊക്കെയാണ്. ഇനി ഗോൾഡ് ഫിഷുകൾക്ക് കൊടുക്കാവുന്ന ഫുഡുകളെ പറ്റിയാണ് പറയാനായി പോകുന്നത്. സാക്കി ഹാരി ഫാൻസി ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന ഫുഡ് നമ്മൾക്ക് ഗോൾഡ് ഫിഷുകൾക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഗോൾഡ് ഫിഷുകൾ കഴിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫ്രോസൺ ഫിഷ് ഫുഡ്, അതായത് ശീതീകരിച്ച മത്സ്യഭക്ഷണം. ഹിക്കാരി സിക്കിൾഡ് എക്സൽ എന്നത് ഗോൾഡ് ഫിഷുകൾക്ക് കൊടുക്കാവുന്ന മറ്റൊരു ഫുഡാണ്. അതേപോലെ തന്നെ റിപ്പാഷി സൂപ്പർ ഗോൾഡ് ജെൽ ഫുഡ്, എക്സ്ട്രീം പല്ലറ്റുകൾ, ഹിക്കാരി ഗോൾഡ്, എക്സ്ട്രീം സ്പിരുലിന ഫ്ലേക്ക്, ഹിക്കാരി ബ്ലഡ് റെഡ് പാരറ്റ് പ്ലസ്, ലെഫ്റ്റ് ഓവർ പ്ലാന്റ്സ് ആൻഡ് ആൽഗെ, അതായത് ശേഷിക്കുന്നവ സസ്യങ്ങളും ആൽഗകളുമാണ്. അപ്പോൾ ഇവയൊക്കെ നമ്മൾക്ക് ഗോൾഡ് ഫിഷുകൾക്ക് തീറ്റയായി കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ അലങ്കാര മത്സ്യ വളർത്തലാണ് ലോകത്തിലെ 2ാമത്തെ വലിയ ഹോബി എന്ന് പറയുന്നത്. മറ്റു മത്സ്യങ്ങളെ ഉപദ്രവിക്കാത്ത മത്സ്യം ആയതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ടാങ്കുകളിൽ ഇട്ട് വളർത്താവുന്ന ഒരു മത്സ്യം കൂടിയാണ് ഗോൾഡ് ഫിഷുകൾ എന്ന് പറയുന്നത്. ശരീരഘടന കൊണ്ടും ഭംഗി കൊണ്ടുമെല്ലാം ആളുകളെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു മത്സ്യം കൂടിയാണ് ഗോൾഡ് ഫിഷുകൾ. ഗോൾഡ് ഫിഷുകളെ വളർത്താൻ വലിയ ടാങ്കുകൾ തന്നെ തിരഞ്ഞെടുക്കുക. ഒരിക്കലും അവയെ ചെറിയ ഗോളാകൃതിയിലുള്ള ചെറു ചില്ലുപാത്രങ്ങളിൽ വളർത്താതിരിക്കുക. ധാരാളം ഭക്ഷണം കഴിക്കുന്ന ഒരു ഫിഷാണ് ഗോൾഡ് ഫിഷുകൾ എന്ന് പറയുന്നത്. അതിനാൽ ഒരുപാട് വിസർജ്യവും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ടാങ്ക് പെട്ടെന്ന് മലിനമാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ടാങ്കിൽ എപ്പോഴും എയറേഷനോ ഫിൽട്രേഷനോ ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗോൾഡ് ഫിഷിന്റെ മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ഇതിൽ മെയിൽ ഫിഷിനെ തിരിച്ചറിയാനുള്ള വഴികളാണ് ആദ്യമായി പറയാനായി പോകുന്നത്. മെയിൽ ഫിഷിന്റെ ഗിൽ സ്ലിറ്റ്സിൽ വൈറ്റ് ഡോട്ട്സ് കാണാനായി സാധിക്കും. അതായത് മെയിൽ ഫിഷിന്റെ ചെകിളയുടെ ഭാഗത്ത് വെളുത്ത നിറത്തിലെ കുത്തുകളോ മുഴകളോ കാണാനായി സാധിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തത്
എന്ന് പറയുന്നത് മെയിൽ ഫിഷിന്റെ വെന്റിൽ നിന്നും മെൽറ്റ് വരുന്നതായി കാണാനായി സാധിക്കും. അതായത് മെയിൽ ഫിഷിന്റെ വയറിന്റെ അടിഭാഗത്ത് തടവി നോക്കിയാൽ വയറിന്റെ അടിയിൽ നിന്നും വെളുത്ത നിറത്തിലുള്ള ഒരു ദ്രാവകം വരുന്നതായി കാണാനായി സാധിക്കും. ഇനി നമ്മൾ ഫീമെയിലിനെ തിരിച്ചറിയാനുള്ള വഴികളാണ് പറയാനായി പോകുന്നത്. മുട്ടയിടാറായ ഫീമെയിൽ ഫിഷിന്റെ വയറ് വലിയ രീതിയിൽ ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാനായി സാധിക്കും. അപ്പോൾ ഇവയൊക്കെയാണ് ഗോൾഡ് ഫിഷിന്റെ മെയിൽ ഫീമെയിലിനെ തിരിച്ചറിയാനുള്ള വഴികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗോൾഡ് ഫിഷുകൾക്ക് ഏകദേശം 30 ലിറ്ററിന്റെ ടാങ്ക് ഒരുക്കി കൊടുക്കുക. ടാങ്കിനുള്ളിൽ ജലസസ്യങ്ങൾ വെച്ച് കൊടുക്കാൻ മറക്കരുത്. അതിലാണ് അവ മുട്ടയിടുന്നത്. ശരിയായ രീതിയിൽ പരിചരണവും ഭക്ഷണവും നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇവ ദീർഘകാലം ജീവിക്കുന്നതായിരിക്കും. ആദ്യമായി മീനിനെ വളർത്തുന്നവരാണെങ്കിൽ ഗോൾഡ് ഫിഷിനെ തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ ഗോൾഡ് ഫിഷുകളെ വളർത്തുമ്പോൾ ഗോൾഡ് ഫിഷുകളെ പോലെ തന്നെ ശാന്ത സ്വഭാവമുള്ള മീനുകളുടെ കൂടെ ഇട്ട് വളർത്തുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പുള്ള വെള്ളത്തിലാവണം മീനുകളെ വളർത്തേണ്ടത്. എന്തായാലും ഗോൾഡ് ഫിഷുകളെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും പുതിയൊരു മത്സ്യത്തിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.